അസ്സലാമു അലൈക്കും. ഇന്നത്തതും ഒരു യാത്രാ വ്ളോഗാണ്. നമ്മൾ ഉമ്മയുടെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഒന്ന് കണ്ണൂർ പോയിട്ട് അടിച്ച് പൊളിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു സൈഡിലെ ആൾക്കാരിൽ എൻ്റെ വീട്ടിൽ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ എങ്ങനെയാണ് പോകണമെന്നല്ലേ, ഒരു ട്രാവലറിലാണ് പോകുന്നത്. കണ്ണൂർ അടുത്താണ് ഞങ്ങൾക്ക്, എന്നാലും ഇങ്ങനെ ഒരു ട്രാവലറിൽ പോകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. 2-3 വണ്ടിയിൽ പോകുമ്പോൾ ആ ഒരു സുഖം കിട്ടില്ല. കുട്ടികൾക്കെല്ലാം ഒരുമിച്ച് തുള്ളിച്ചാടി കളിച്ച് പോകണം. അതുകൊണ്ടാണ് നമ്മൾ ട്രാവലർ ആക്കിയത്. നമ്മൾ ഈ ഒരു ഏപ്രിൽ മെയ് വെക്കേഷൻ സമയത്ത് ഒരുപാട് സ്ഥലത്ത് പോകാൻ നമ്മൾ ഇറങ്ങിയതായിരുന്നു. ആ ഒരു സമയത്തൊന്നും നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഫാമിലി ഒരു കല്യാണമുണ്ട്. പിന്നെ ഓരോ പ്രശ്നങ്ങൾ ഓരോ ഫാമിലിക്ക്. അപ്പോൾ നമ്മൾ ഒരു ഫാമിലി മാത്രം പോകുന്നതല്ലല്ലോ, ഒരു 3-4 ഫാമിലി ഉണ്ട്. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് നമുക്ക് കിട്ടണ്ടേ. അങ്ങനെ ഡേറ്റ് കഴിഞ്ഞ് സ്കൂളെല്ലാം ഓപ്പണായി. ഇപ്പോൾ നല്ല മഴയും സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എന്താ ലോങ് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കണ്ണൂർ അടുത്ത ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കുകയും, കാരണം നമുക്ക് പെട്ടെന്ന് പോയി വരാമെന്നുള്ളതോ എല്ലാവർക്കും ഒരുമിച്ച് പോവുകയും വേണം, എൻജോയ് ചെയ്യുകയും വേണം. അങ്ങനെ ഇതാ ഇവിടെ എത്തി. ബാക്കിയുള്ള ആൾക്കാരെയും കൂടി നമ്മൾ പിക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ചിട്ട് അടിപൊളിയായിട്ട് പോകാമെന്നുള്ളതിൽ ഇറങ്ങാണ്. നമ്മളെ ഈ ഒരു ഫാമിലിയിലെ ലോങ് യാത്ര ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, ഒരു ദിവസം വീട് പൂട്ടി നിൽക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു അടുത്ത ഡെസ്റ്റിനേഷൻ ആകുമ്പോൾ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ്. ഇതിൽ കുറേ മക്കളൊന്നും ഇല്ലാട്ടോ, നമ്മൾ കുറേ ആൾക്കാർ ഗൾഫിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊന്നും ഇല്ലാതെ നാട്ടിലുള്ള കുറച്ച് ടീംസിനെ ഒരുമിച്ച് കിട്ടിയിട്ട് ആണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതാകുമ്പോൾ എല്ലാവരും വൈകുന്നേരം തിരിച്ചെത്തുന്നത് കൊണ്ട് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്തിയത് കണ്ണൂർ മോളിലാണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ മെയിനായിട്ട് നമ്മളൊരു കണ്ടെത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ നെസ്റ്റോ ആണ്. ഇവരുടെ ഉമ്മമാരുടെ മെയിൻ പിന്നെ എന്താണ് നെസ്റ്റോയിൽ പർച്ചേസിങ് ആണ് അവർ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ മോളെത്തിയ ഫസ്റ്റ് ഓടിക്കുന്നത് എവിടെയായിരിക്കും, മാക്സ് ഓർ ട്രെൻഡ്സ്. അവിടെ 50% എന്തിനാണ് ഓഫ് എന്ന് പരന്ന് നടക്കലാണ് എൻ്റെ മെയിൻ പണി. പിന്നെ ഇവിടുത്തെ ഡ്രസ്സൊക്കെ എടുത്താലും നമുക്ക് കുട്ടികളെല്ലാം ഹോസ്റ്റലിൽ പോകുമ്പോൾ അവരെ വാഷിംഗ് എല്ലാം ഭയങ്കര കെയർലെസ് ആയിട്ടല്ലേ, അപ്പോൾ അവർക്കെല്ലാം പെട്ടെന്നൊന്നും കേടായി പോകില്ല ഈ ഒരു മാക്സിൽ നിന്നൊക്കെ ഡ്രസ്സ് എടുത്താൽ. പിന്നെ കുട്ടികളെല്ലാം കളിക്കാൻ വിട്ടിട്ട് ഉമ്മമാരെല്ലാം നെസ്റ്റോയിൽ പർച്ചേസിങ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. കാരണം അവിടെ നമുക്ക് ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നെസ്റ്റോയിലുള്ള ആ ഒരു പർച്ചേസിങ്ങിൽ അടിപൊളിയാണ് കേട്ടോ, എല്ലാവരും ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്നത്. കാരണം ഓരോരുത്തർക്കും ഓരോ ചോയ്സ് അല്ലേ. പിന്നെ ഒരു ഫാമിലി പർച്ചേസ് ചെയ്യുന്ന പോലെയല്ല, 3-4 ഫാമിലി ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്നത് ഭയങ്കര രസകരമായ അനുഭവങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ഉമ്മമാരാണെങ്കിൽ എവിടെയുണ്ടാവും, അവർ ഈ ചെമ്പും പാത്രങ്ങൾ നിൽക്കുന്ന ആ ഒരു സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് അവരുടെ ആ ഒരു ചോയ്സും കാര്യങ്ങളെല്ലാം നോക്കി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇത് ഇവിടെ ഇല്ലേ നമ്മളെ ക്ലബ് സുലൈമാനി, അവിടുന്ന് നമ്മൾ നെസ്റ്റോൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് വരുന്നത്. അവിടെ നമ്മൾ ചായ കുടിച്ച് ഇത് ഓരോരുത്തർ പർച്ചേസിങ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ വരുന്നവർ ഇങ്ങനെ ചായയും കുടിച്ച് ഓരോരുത്തർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. പിന്നെ ബില്ലിംഗ് സെക്ഷൻ നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബില്ലടിച്ച് കിട്ടില്ലല്ലോ. അപ്പോൾ വെയിറ്റ് ചെയ്ത് ഓരോരുത്തർ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ രസകരമായ ഒരു അനുഭവമായിരുന്നു കേട്ടോ, എല്ലാവരും ഒരുമിച്ചിട്ടുള്ളൊരു പർച്ചേസിങ് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ എന്താ പറയുക, എല്ലാവർക്കും ഇന്ന് തിരിച്ചു പോകേണ്ട ആൾക്കാരുണ്ട്. പിന്നെ കുറേ ലോങ് യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ണൂർ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ തിരഞ്ഞെടുത്തത്. അങ്ങനെ എല്ലാവരും തിരിച്ച് കയറി. പിന്നെ കുട്ടികളെ അടിച്ച് പൊളിച്ച്, കാരണം ഇത് നമ്മൾ വണ്ടിയിലാണെങ്കിൽ ഈ ഒരു വൈബ് കിട്ടില്ല. അത്രയും കുട്ടികൾ ഡാൻസും പാട്ടും കൂത്തും എല്ലാം ആയിട്ട് അങ്ങനെ അടിപൊളിയാക്കി. പിന്നെ നമ്മൾ നേരെ ഒരു റെസ്റ്റോറൻറ്റ്, ഈ ഒരു റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, നമ്മൾ 10-30 ആൾക്കാരുണ്ട്. ഈ ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് അടിക്കാനൊരു സ്ഥലം ഒരുമിച്ച് കിട്ടണമല്ലോ. അപ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റിലും ആ ഒരു സ്പേസ് ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് സ്പേസാണ് മെയിനായിട്ട് നമ്മൾ നോക്കിയത്. ഫുഡിനെക്കാട്ടും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് അത്യാവശ്യം ടേസ്റ്റുള്ള ഫുഡും ആയിരിക്കണം, നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയും വേണം, എല്ലാവർക്കും നല്ലോണം ഇരിക്കണം. ആ ഒരു സ്ഥലമാണ് നമ്മൾ 30 പേർക്ക് ഒരുമിച്ച് ഒരു റെസ്റ്റോറൻറ്റ് സീറ്റിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് മെനക്കെടാണ്. നമ്മൾ സാധാരണ ഒരു 5-6 ആൾ, ഒരു 10-15 ആളൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. നേരെ ഡബിളാണല്ലോ 30 ആൾക്കാരെന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവർ ചെയ്ത് അതുകൊണ്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ആദ്യം സ്റ്റാറ്റസൊക്കെ വന്ന് പിന്നെ ഫുഡ് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഓർഡർ ചെയ്ത്, നമ്മളിപ്പോൾ ഒരു വീട്ടിൽ തന്നെയാണെങ്കിൽ ഒരു ഫുഡ് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അത് എല്ലാവരും കഴിച്ചെന്ന് വരില്ല. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാരില്ലേ, അപ്പോൾ എല്ലാവർക്കും എന്താണോ വേണ്ടത് എല്ലാവരുടെയും മെനു ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് ഓർഡർ കൊടുത്ത് ഇങ്ങനെ പോയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ കുറേ നമ്മൾ പഠിക്കാവുന്ന കാര്യങ്ങളുണ്ട്, കുറേ അനുഭവങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. ചെറിയ കുട്ടികൾക്കെല്ലാം അവർക്ക് ടേബിൾ മാനേഴ്സ് കാര്യങ്ങൾ എങ്ങനെയാണ് കുറേ ആൾക്കാരായിട്ട് ഡീൽ ചെയ്യേണ്ടത് ഫുഡ് കഴിക്കുമ്പോൾ അല്ലേ, അതൊക്കെ മനസ്സിലാക്കാൻ നമ്മളെ കുട്ടികൾക്ക് ഹെൽപ്പാക്കും. പലപ്പോഴും നമ്മളൊരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ എല്ലാവരും ഒരു ഫാമിലി ഒരുമിച്ചിട്ട് നിങ്ങളൊരു യാത്രയും ഫുഡും ഒക്കെ ആകുമ്പോൾ അത് പല കാര്യങ്ങളും പലർക്കും പഠിക്കാനാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമ്മളെ മക്കൾക്കാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫാമിലി തന്നെ എല്ലാവരെയും എൻ്റെ മക്കൾക്ക് അങ്ങനെ അറിയില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടെ പോകുന്നതുകൊണ്ട് എന്താണ് എല്ലാവരെയും അറിയാനും അവരെ അടുത്തറിയാനും മനസ്സിലാവും. ഒരു യാത്ര എന്ന് പറഞ്ഞാലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരാൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ. നമ്മളൊരു കുറച്ച് സമയം ഒരു ഫാമിലി പോയിട്ട് സംസാരിച്ചിട്ടോ കണ്ടിട്ടോ അല്ല, നമ്മളൊരു യാത്ര പോകുമ്പോൾ ആ അവരുടെ ക്യാരക്ടറൈസ് ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
നമ്മൾ ഒരുമിച്ച് ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് പോകുമ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ആദ്യം വിളിച്ച് അന്വേഷിക്കുക. നമ്മൾ ആളെ എണ്ണം കൗണ്ട് ചെയ്തിട്ട് ഇത്രയും ആൾക്കാർക്ക് ഒരുമിച്ചിരിക്കാനുള്ള സിറ്റിംഗ് അവർ അറേഞ്ച് ചെയ്ത് തരുമെന്ന് നിങ്ങൾ ആദ്യം അന്വേഷിക്കണം. പിന്നെ അതിനുശേഷം അവിടുത്തെ മെനു ഒന്ന് അന്വേഷിക്കണം. എന്തൊക്കെ ഭക്ഷണങ്ങളുണ്ട്, നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും കഴിക്കുന്ന ഭക്ഷണങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ചിട്ട് വേണം നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. നമ്മൾ ഒന്നോ രണ്ടോ ആൾക്കാർ പോകുന്നത് പോലെയല്ല, 10-30 ആൾക്കാർ ഒരുമിച്ച് പോകുമ്പോൾ അത്രയും സിറ്റിങ്ങിന് വേണ്ടി നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്താൽ നമ്മൾക്ക് ഒരുപാട് ടൈം പോകും. മെയിനായിട്ട് നമ്മൾ ആ ഹോട്ടലിലെ മെനുവും നമ്മൾ സീറ്റിങ്ങും അന്വേഷിച്ചിട്ട് മാത്രമേ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകാൻ പാടുള്ളൂ. പിന്നെ ഇത് എല്ലാവർക്കും ടെൻഷൻ, ഇതാ യാത്ര കഴിയാറായി, നമ്മൾ തിരിച്ചെത്താറായല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ. അത്രയും രസകരമായി നമ്മൾ കളിയും ചിരിയെല്ലായിട്ട് സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ലേ. അപ്പോൾ പിന്നെ ഓരോ സ്ഥലത്തും ഓരോരുത്തരും നമ്മൾ പിന്നെ ഇറക്കി കൊടുത്ത്. പക്ഷേങ്കിൽ എല്ലാവർക്കും പിന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഉമ്മയെല്ലാം പറയാണ് നമുക്ക് കുറച്ചും കൂടി ദൂരത്ത് പോയാൽ മതിയേനു. കാരണം ഇവരെയൊക്കെ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ഉമ്മമാരെല്ലാം വീട്ടിൽ നിന്ന് ഇറക്കി കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ട്. അവർ പറയും നമ്മളില്ല, നിങ്ങൾ പോടും നിങ്ങൾ പോടും. ഉമ്മ എപ്പോഴും പറഞ്ഞൊരു ഡയലോഗ് അതാണ്, ഞാനില്ലേ, ഞാനും ഇപ്പോൾ ഇവിടെ നിന്നോളും, നിങ്ങൾ പോയിക്കോ എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ ആണ് എനിക്ക് സങ്കടം വരിക. കാരണം നമ്മൾ എങ്ങനെയെങ്കിലും നമ്മളാകുമ്പോൾ എങ്ങനെയെങ്കിലും എല്ലാം പോകുന്നുണ്ട്. ഇവർ എവിടെയും പോകാതെ വീട്ടിലിരിക്കുമ്പോൾ അവരെ കൂടി കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്രയും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് മഴ പറ്റൂല, കാറ്റ് പറ്റൂല, തണുപ്പ് പറ്റൂല, അങ്ങനത്തെ പല കാര്യങ്ങളും പറഞ്ഞ് ഒഴിവാകുന്ന ആൾക്കാർ ഇറങ്ങി തിരിച്ചു വരാനാകുമ്പോൾ പറയാണ് നമുക്ക് കുറച്ചും കൂടി ദൂരത്ത് എവിടെയെങ്കിലും പോയാൽ മതിയേനു എന്നുള്ളത്. നേരെ മറിച്ച് നമ്മൾ ആദ്യമേ അവരങ്ങനെ വിളിക്കുന്നതാണെങ്കിൽ അവരെ ഓരോരോ നെഗറ്റീവ് പറഞ്ഞിട്ട് നമ്മളെത്തുന്ന അങ്ങനെ ഓരോ യാത്രകളും നമ്മളത് മുടങ്ങിയത്. ഇവർ വരില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ അടുത്ത് പോയി വന്നപ്പോൾ എല്ലാവർക്കും സങ്കടം. അത്രയും എൻജോയ്മെൻറ്റ് ചെയ്തപ്പോൾ എനിക്കും കുറച്ചും കൂടി ലോങ് പോകാനാണ് ഇഷ്ടം. പക്ഷേ ഇവരൊക്കെ എന്തായാലും ഈ ഒരു യാത്ര കൊണ്ടുള്ള നമ്മൾ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഒരാളും മാറി നിന്നിട്ടില്ല. കണ്ണൂരല്ലേ, വേഗം പോയിട്ട് വരാമല്ലോ എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് എല്ലാവരും ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇനി ചിലപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മളൊരു ലോങ് വെച്ചാലും ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്, ബുദ്ധിമുട്ടുകളൊന്നും പറയാതെ. അപ്പോൾ എന്താണ്, ഒരു ഗുണം അതിൽ നിന്ന് നമുക്ക് കിട്ടിയില്ലേ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അടിപൊളിയാക്കുകയും ചെയ്ത് യാത്രയും അടിപൊളിയായി. പിന്നെന്താണ്, എല്ലാവരും ഒരുമിച്ചൊരു വണ്ടിയിൽ യാത്ര ചെയ്യുന്നൊരു ഫീലേ അത് പ്രത്യേകമാണ്. അങ്ങനെ അടിപൊളിയായിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോയി.